ഇന്ത്യയും കാനഡയും യുറേനിയം വിതരണ കരാറിൽ ഒപ്പുവയ്ക്കും. $2.8 ബില്യൺ കരാർ. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഇന്ത്യ കാനഡ യുറേനിയം വിതരണ കരാർ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇന്ത്യയിലെ ആണവ നിലയങ്ങൾക്ക് യുറേനിയം വിതരണം ചെയ്യുന്നതിന് $2.8 ബില്യൺ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും. 10 വർഷം നീണ്ടു നിൽക്കുന്നതാണ് കരാർ. കാനഡയിലെ സസ്കാവച്ചൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന കാമക്കോ ഇൻകോർപ്പറേറ്റഡ് എന്ന കമ്പനിയിലായിരിക്കും യുറേനിയം വിതരണം ചെയ്യുന്നത്. മുൻകാലങ്ങളിലും 2015 കരാറിന്റെ ഭാഗമായി ഇന്ത്യ കാമക്കോയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. 5 വർഷത്തേക്ക് ഏകദേശം $350 ബില്യൺ വിലമതിക്കുന്ന രാസവസ്തു കമ്പനി ഇന്ത്യക്ക് നൽകിയിരുന്നു. മോദിയുടെ കാനഡ സന്ദർശന വേളയിൽ ഒപ്പുവെച്ച ആ കരാർ 2013 കാനഡ ഇന്ത്യ ആണവ സഹകരണ കരാർ വഴി സാധ്യമാക്കി. ഏറ്റവും പുതിയ യുറേനിയം കരാർ 2015 കരാറിന്റെ പുതുക്കലായിരിക്കില്ലെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയിൽ നിലവിൽ 25ഓളം ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 6 കൂടി നിർമ്മാണത്തിലാണ്. ഇന്ത്യയിൽ വാണിജ്യപരമായ ചെറിയ മോഡുലാർ ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാനുള്ള കാനഡയുടെ ശ്രമങ്ങളും വിശാലമായ സഹകരണത്തിൽ ഉൾപ്പെടാം. 2023 സെപ്റ്റംബറിൽ ബ്രിട്ടീഷ് കൊളംബിയയിൽ കനേഡിയൻ സിഖ് ആക്ടിവിറ്റിസ്റ്റ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചതിനെ തുടർന്ന് നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളൽ വീണു. ആരോപണങ്ങൾ ഇന്ത്യ നിഷേധിച്ചിരുന്നു. 2023 കാനഡ ഒരു വിശാലമായ വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ജൂണിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി മോദി കാർണിയെ കണ്ടതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും കരുത്താർജിച്ചു.